മോശമാവണ്ട, മോശമാക്കി ചെന്നാൽ അഞ്ചിട്ട് തരൂല. എല്ലാവരും അമ്മമാർ നല്ലപോലെ വന്ന്, അമ്മ മാത്രം ഇതെങ്ങനെ വന്നു ഇത് പൊട്ടും അല്ലേ? ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ചോറ് വേണ്ട പറഞ്ഞാ പിന്നെ എളുപ്പമായല്ലോ. ഇജ്ജുണ്ടായിക്കോ, ഞാൻ അതാ വരണ്ടി വെക്കുന്നു. അമ്മമ്മ വരണ്ടി വെക്കുന്നുണ്ട് തുമ്പിയെ. ഇങ്ങോട്ട് പോരാ, ഉണ്ടായിട്ട് ചോറുണ്ടോ? അമ്മമ്മ അതാ വരണ്ടി നുറുക്കി റെഡിയാക്കി വെക്കണേ. എന്നിട്ട് ഒരു ഗുളികയും കുടിച്ചാളാ. തുമ്പിന്റെ പനിയായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. അപ്പൊ പിന്നെ ഓൾക്ക് ഉരുളക്ക ഐ സുന്ദരിയായല്ല. ഇതാര് പൊട്ട കുഞ്ഞാ? തുമ്പിക്ക് മീൻകറി ഒന്നും പറ്റില്ല. അപ്പൊ പിന്നെ ഓൾക്ക് ഉരുളൻകിഴങ്ങ് അമ്മ നാട്ടിൽ ചെത്തി വെച്ചിരുന്നു. അത് പിന്നെ തുമ്പി തന്നെ ഉണ്ടാക്കാ പറഞ്ഞിട്ട് അങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇത് ഇവിടെ തുമ്പി ഇങ്ങനെ ഉണ്ടാ എപ്പോഴും ഉണ്ടാക്കുക. ഞാനാകുമ്പോ വട്ടത്തിലാണ്ട് അരിഞ്ഞിട്ട് നീട്ടിയാണ് പെട്ടെന്ന് ഉണ്ടാക്കും. തുമ്പിക്ക് അങ്ങനെ ഇഷ്ടല്ല. കണ്ടാ തുമ്പി ബിഗ് ബോസ് കാണുന്നുണ്ട്. ചോറ് അമ്മ വാർത്തിക്കുന്നു. ഇന്ന് അമ്മ ഇട്ട ഫുള്ള് പണി. എനിക്കിന്ന് പനിയൊക്കെ ആയ കാരണം ഒരു സുഖമില്ല. ചോറ് അവിടെ ഉണ്ടാവും. ഇതായല്ലോ, ഇനി വിളമ്പിക്കോ ചോറ്. അറിയോ ഞാൻ ഇന്ന് വിളമ്പിക്കോട്ടാ. ചോറൊക്കെ കഴിഞ്ഞ് ഞാൻ ചെറിയൊരു യാത്രയ്ക്ക് പോവാണ് കേട്ടോ. അഞ്ചിട്ട് മീറ്റിംഗ് ആണ്. അഞ്ചുട്ടിന്റെ വാച്ചാ? ഇതിന്റെ വാച്ചാണ്. അഞ്ചിട്ട് വാച്ചിട്ട് ചോറി കളിക്കില്ല. ഇത് തോന്നില്ലേ കുറച്ച് പറഞ്ഞു. പാരസ് മീറ്റിംഗ് അല്ലേ? കുഴപ്പമില്ല. മോശമാവണ്ട, മോശമാക്കി ചെന്നാൽ അഞ്ചിട്ട് തരൂല. എല്ലാവരും അമ്മമാർ നല്ലപോലെ വന്ന്, അമ്മ മാത്രം ഇതെങ്ങനെ വന്നു ഇത് പൊട്ടും അല്ലേ? ഇത്രന്നെ ഉള്ളിട്ട് ഒഴിക്കും. മുടിഞ്ഞൊന്നാകെ ക്രാബ് വല്ലതും ഉണ്ടാവാൻ നോക്കട്ടെ. ചെറിയ ക്രാബ് ഉണ്ടെങ്കിൽ ഞാൻ മുടിയൊന്നും സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കെട്ടലില്ല കേട്ടാ. ഇതൊക്കെ മോളുടെ സാധനങ്ങളാണ്. ചീകില്ല മേമ? ചീകിണ്ട് പോരെ. പനിയാണ്, തല നനച്ചിട്ടില്ല. കുഴപ്പമില്ല പോരെ. പോട്ടെ. കൊട എടുത്ത കൊനാര ഷീജ, നല്ല വെയിലാണ്. കുഞ്ഞമ്മത്തിയാണ്. ഇത് നന്നാക്കാൻ കൊറേ പണിയുണ്ട്. അപ്പൊ കുറച്ച് നന്നാക്കി എടുത്തിട്ട് വേഗം കൊണ്ടേ വറുത്താണ്. എന്നാ കുട്ടികൾക്ക് ചോറ് കൊടുക്കാം. ബാക്കിയാണ് നന്നാക്കി കൂടി ഫ്രിഡ്ജിലെത്തിയ. ഞാൻ വൈകുന്നേരം തിരിച്ചു വന്നപ്പോഴേക്ക് പിന്നെ ചേച്ചി നേഴ്സാണ് കേട്ടോ. അവള് വരുമ്പോൾ മീൻ വാങ്ങിയിരുന്നു. കുഞ്ഞമ്മത്തിയാണ് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു നന്നാക്കി തരാം, പകുതി എടുത്തിട്ട് വൈകുന്നേരത്തിന് വെച്ചോന്ന്. കഴിഞ്ഞിന് പൈസ ഇല്ലേ കയറ്റാൻ? പൈസ ഇല്ലടാ. ഇനി പൈസ ഇല്ല. ഇനി നമ്മളെ ചാനല് വിജയിക്കട്ടെ. അല്ലാതെ അമ്മയുടെ അടുത്ത് 10 പൈസ ഇല്ല. കൊണ്ടുപോയത് ഞാൻ പറഞ്ഞു. കഴുകിയിട്ട് ഞാൻ തൊടിയിലേക്ക് കൊണ്ടുപോയിട്ട് അതിന് വെള്ളം ഒഴിക്കുക ചെയ്യട്ടെ. കൊട്ടത്തളത്തിന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആകെ മണമാവും. അപ്പൊ ഇവിടേക്കൊക്കെ നല്ല ഇരുട്ടാണ് കേട്ടാ. എന്നാലും അങ്ങോട്ട് കൊണ്ട് ഒഴിക്കാം. നല്ല പൂച്ചയാണ് ഇവിടുത്തെ. ഇതാ മീന് നിക്കണ. അപ്പൊ പൂച്ച കാലിരിക്കാൻ വേണ്ടിട്ടാണ് ഒരാളുടെ ഇരിക്കണേ. അമ്മക്കുട്ടിയാ, അമ്മക്കുട്ടി ഇതാക്കി പൂച്ചനാട്ടായിരിക്കണ് തുണക്കി ഒരു വടിയൊക്കെ ആയിട്ട്. അതാണിപ്പോ ഇതാ ഇവിടെ മീൻ നോക്കുകയാണ്. ഇതാ അമ്മമ്മയുടെ കുട്ടിയുടെ സ്നേഹപ്രകടനം.
ഈ നേരത്തൊക്കെ എൻ്റെ മക്കളിൻ്റെ പിന്നാലെ ഉണ്ടാവണമാണ് കേട്ടോ രണ്ടാളും. ഞാൻ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴൊക്കെ താഴത്തും ശരിക്കും ഒരു 4 ആളും ഒപ്പം നിൽക്കൂട്ടോ അടുക്കളയിൽ പണിക്കൊക്കെ. എന്താ മീൻ വറുക്കുമ്പോഴൊക്കെ ഒരു ദിവസം ഇങ്ങനെ മീൻ വറുക്കുമ്പോഴേ ഞാനിവരെ 3 ആളെയും വെച്ചിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അന്നൊരു ദിവസം മീൻ വറുക്കുമ്പോൾ എന്തോ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങി വിടണേ നമ്മളെ ശ്രീകൂട്ടല്ലേ, അപ്പം എൻ്റെ ഒപ്പമുള്ള ആള് അവന് ഇതിൻ്റെ വാലാണ്ട് പിടിച്ച് വലിച്ചിട്ടാ അങ്ങനെ മീനും പാത്രവും ഒക്കെ കൂടി കൂട്ടരുടെ മേലിൽ കൂടെ അങ്ങോട്ട് താഴത്തേക്ക് വീണ്. എന്തോ ഒരു ഭാഗ്യത്തിന് ആകെ പൊള്ളിയില്ല, ആകെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ ഇതൊക്കെ പണിയൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. മീൻ വറുക്കലും മീനൊന്നും നന്നാക്കി തരാൻ പോലും ആരില്ല. എൻ്റെ അമ്മായിയമ്മ പറയും മീൻ നന്നാക്കിയാൽ ചൊറിയാണ് എന്ന്. എന്നിട്ട് ഈ മക്കൾ എപ്പോഴാണോ 3 ആളും ഉറങ്ങുമ്പോൾ ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ ഉണരും, അടുത്ത ആൾ ഉറങ്ങുമ്പോൾ മറ്റാൾ ഉണരും. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയാണ് ഇട്ടവരൊക്കെ ഒന്ന് ഉറക്കിയിട്ട് മീൻ വറുക്കുക മീൻ കറി വെച്ചൊക്കെ ചെയ്യും. കരിപുരണ്ട ജീവിതം നേരിട്ടില്ലേ കണ്ട, കരിപുരണ്ട അടുക്കള. ഇത് നമ്മളെ അടുപ്പ് ഇപ്പോഴാണ് പുകയില്ലാത്ത അടുപ്പാക്കിയിട്ട്, അതിന് മുന്നേ സാധാരണ അടുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് നല്ല കരിയും പുകയൊക്കെ പിടിച്ചതാണ്. പക്ഷെ അത് നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ കുറേയൊക്കെ തേച്ച് വെച്ച് കളഞ്ഞിട്ടും പോയിട്ടില്ല കേട്ടോ ഇതുവരെ. അതാണ് ഇപ്പോഴും ഇങ്ങനെ ഈ പുകയും കരിയൊക്കെ ഇട്ടാ അത് പോവില്ല. പിന്നെ മഴ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെ ഒലിച്ചിടണം ആ പുകയുടെ കറ, അതാണ് സംഭവം. നല്ല മൊരുമൊരു വറുത്താൽ നല്ല രസമാണ് ഇട്ടത്. ഞാൻ അധികം മീനൊക്കെ പൊരിക്കുമ്പോഴേ അടച്ചിട്ടിട്ടാ പൊരിക്കുക. എനിക്ക് ഈ സ്മെല്ല് അടിക്കുമ്പോഴേക്ക് ഭയങ്കര ചുമയും ശ്വാസം മുട്ടലൊക്കെ തുടങ്ങും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 3 ആളിൻ്റെ കിച്ചുട്ടിക്ക് മീൻ ഇഷ്ടമല്ല കേട്ടോ. ഹരിക്കുട്ടനും ശ്രീകുട്ടനും മീൻ ഇഷ്ടമാണ്. എന്നിപ്പോൾ ഈ മീൻ എങ്ങനെ ശ്രീകുട്ടൻ കഴിക്കാനൊന്നും അറിയില്ല. പിന്നെ ഹരികേശന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴൊക്കെ എനിക്ക് അധികം വിഷമം, അവർക്കൊന്നും കൊടുക്കാൻ പറ്റണില്ലല്ലോ വെച്ചിട്ട്. അവർക്ക് പച്ചമ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും, എന്നാലും നമ്മളമ്മമാരൊപ്പം ഉള്ള പോലെ അല്ലല്ലോ. എൻ്റെ മക്കളെ യോഗമാണത്, എന്താ ചെയ്യുക, അതൊക്കെ തന്നെ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.